ഈജിപ്തിൽ ക്രൈസ്തവരുടെ ഭവനങ്ങൾക്കു നേരെ ആക്രമണം നടത്തി ഇസ്ലാമിക തീവ്രവാദികൾ. ഏപ്രിൽ 23 ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ മിനിയ ഗവർണറേറ്റിലെ സാഫ് അൽ ഖമർ അൽ ഖാർബിയയിലെ അൽ ഫവാഖർ ഗ്രാമത്തിലാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി വീടുകളും കടകളും കത്തിനശിച്ചു. അനന്തമായ യുദ്ധത്തേക്കാൾ നല്ലത് ചർച്ചകളിലൂടെയുള്ള സമാധാനമാണെന്ന് ഉക്രൈനിലെ യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് സന്ദേശം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏപ്രിൽ 24 ബുധനാഴ്ച പുലർച്ചെ അമേരിക്കൻ മാധ്യമമായ CBS വത്തിക്കാനിലെ പോണ്ടിഫിന്റെ വസതിയായ കാസ സാന്ത മാർട്ടയിൽ പത്രപ്രവർത്തകനായ നോറ ഒ ഡോണലുമായി നടത്തിയ അഭിമുഖത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ വിട്ടുവീഴ്ചകളും സംഭാഷണങ്ങളും ഏറെ ആവശ്യമാണെന്ന് ആഹ്വാനം ചെയ്ത് ജെറുസലേമിന്റെ ലത്തിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിറ്റ്സാബെല്ല 200 ദിവസങ്ങളായി തുടരുന്ന യുദ്ധം മധ്യപൂർവേഷ്യയിൽ ഏറെ ദുരിതങ്ങൾ അവശേഷിപ്പിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം സമാധാനത്തിനായുള്ള ആഹ്വാനം നടത്തിയത്. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ ലോകത്ത് സമാധാനപരവും മെച്ചപ്പെട്ടതുമായ നല്ല നാളെയുടെ നിർമ്മാതാക്കളാകാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വെച്ച് ഇറ്റലിയിലെ സ്കൂൾ ഫോർ പീസിലെ 6000-ഓളം വരുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും അധ്യാപകരുമായി ഏപ്രിൽ 19 നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം ഉത്ബോധിപ്പിച്ചത്. ഇരിങ്ങാലക്കുട രൂപതയുടെ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന് UGCയുടെ സ്വയംഭരണ പദവി ലഭിച്ചു. 2024 മുതൽ 2034 വരെ 10 വർഷത്തേക്കാണ് ഓട്ടോണമസ് കാലാവധി. അക്കാദമിക മികവ്, ഉയർന്ന പ്ലേസ്മെന്റ്, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, മതിയായ യോഗ്യതയുള്ള അധ്യാപകർ, ഉയർന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം തുടങ്ങിയ വിവിധ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് സ്വയംഭരണ പദവി ലഭിച്ചത്.